നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 17:27. വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമനസ്സൻ ബുദ്ധിമാൻ തന്നെ. നമുക്കറിയാം, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക് നോക്കിയാൽ അവിടെയൊക്കെയും ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തി കുഞ്ഞുനാൾ മുതൽ അവൻ്റെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഒരു കുഞ്ഞ് എങ്ങനെയായിരിക്കണം, പൈതൽ വളർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കണം, അത് കഴിഞ്ഞ് ഓരോ വളർച്ചയിലും എന്തൊക്കെ സ്വഭാവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാൽ അവൻ്റെ ജീവിതം നല്ലതായിരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങളാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വഭാവം എങ്ങനെയായിരുന്നാൽ അത് എത്രത്തോളം നല്ലതായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാക്കടക്കി വെച്ചിരുന്നാൽ എങ്ങനെയായിരിക്കും, ശാന്തമനസ്സൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവർക്കും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് സ്വാഗതം. അപ്പോൾ വാക്ക് അടക്കി വെക്കുന്ന മനുഷ്യൻ പരിജ്ഞാനമുള്ളവൻ, അപ്പോൾ ശാന്തമനസ്സൻ ബുദ്ധിമാൻ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തി വളരെയധികം ശാന്തമനസ്സനാണെങ്കിലും അതുപോലെ തന്നെയാണ് പരിജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിലും ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്, അയാളുടെ ഓരോ പ്രവൃത്തികളും സ്വഭാവവും എങ്ങനെയായിരിക്കും എന്നൊക്കെയായിരുന്നു ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ശാന്തമനസ്സോടെ പരിജ്ഞാനത്തോടെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു മോറൽ സ്റ്റോറിയാണെന്ന് പറയുന്നത്. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ പിതാവും ആ പിതാവിനൊരു മകനും ഉണ്ടായിരുന്നു. വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു അപ്പനും മകനും കഴിഞ്ഞു പോരുന്നത്. അത്രത്തോളം സ്നേഹമായിരുന്നു ഈ മകന് അപ്പനോട്. കാരണം അവൻ്റെ ഓർമ്മ വച്ച നാൾ മുതലും ഈ അപ്പൻ മാത്രമാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പന് പ്രായമാകും തോറും തനിക്ക് അപ്പനെ അത്രത്തോളം നന്നായിട്ട് നോക്കണം, അപ്പന് ഒരു കുറവും വരുത്തരുത് എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ മകൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു അവസരത്തിൽ ഈ ഒരു ഗ്രാമത്തിലെ രാജാവ് പെട്ടെന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അത് ഈ മകന് ഒരിക്കലും താങ്ങാൻ കഴിയാത്തൊരു ഉത്തരവായിരുന്നു. മറ്റൊന്നുമായിരുന്നില്ല, ഈ ഗ്രാമത്തിലെ വൃദ്ധരായ എല്ലാ മാതാപിതാക്കളെയും ഈ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് നാട് കടത്തുക എന്നതായിരുന്നു ഈ രാജാവിൻ്റെ വളരെയധികം ബുദ്ധിശൂന്യമായ ഒരു ഉത്തരവ്. എന്തുകൊണ്ടാണ് ഈ രാജാവ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ ഈ ഉത്തരവിന് പിന്നിലെ കാര്യം എന്താണെന്നോ ഈ മകൻ ഉൾപ്പെടെ ആ ഗ്രാമത്തിലുള്ള മറ്റാർക്കും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. ആ ഒരു പഴയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ രാജാവിനോടോ രാജസന്നിധിയിൽ പോയോ അതിനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തിരക്കുവാനോ അതിനുവേണ്ടി എന്തെങ്കിലും സംസാരിക്കുവാനോ ആർക്കും ഒരു ധൈര്യവുമില്ലായിരുന്നു. രാജാവ് എന്താണോ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അത് മാത്രം ഇവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ മാതാപിതാക്കളെ, വൃദ്ധരായ മാതാപിതാക്കളെ ആ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് നാട് കടത്തി. പക്ഷേ ഈ ഒരു മകന് മാത്രം അതിനുവേണ്ടി അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെ തൻ്റെ അപ്പനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ മകൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം പുല്ലരിക്കുന്ന് അല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? തന്നെയാണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ നിരന്തരം കാഹളം ഊതിയത് ആരൊക്കെയാണ്? ബെനയാവും യഹസിയേലും. അതെ, ആൻസർ കറക്റ്റാണ്. പുരോഹിതന്മാരായ ബെനായാവും യഹസിയേലും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആസാഫിനെ ദാവീദ് ഏൽപ്പിച്ചത് എന്തായിരുന്നു? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആസാഫിനെ ദാവീദ് ഏൽപ്പിച്ചത് എന്തായിരുന്നു? അവന്റെ നാമത്തെ എന്തായിരുന്നു ഏൽപ്പിച്ചത്? യഹോവയെ സ്തുതിക്കുന്നതിന് വേണ്ടി, അതായത് യഹോവയെ സ്തോത്രം ചെയ്യുന്നതിന് വേണ്ടി ഒരു കാര്യം
ദാവീദ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആസാഫിനെ. അതെന്തായിരുന്നു? അവന്റെ നാമത്തെ ആരാധിപ്പാൻ. അവൻ്റെ നാമത്തെ ആരാധിപ്പാൻ എന്താ ഏൽപ്പിച്ചത്? നമ്മുടെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. നമ്മളത് ദാവീദുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ പുസ്തകത്തെ പറയപ്പെടുന്നത്. സങ്കീർത്തനം. അതെ, അതായത് ദാവീദിൻ്റെ സങ്കീർത്തനം അല്ലേ? അതെ അതെ. അപ്പോൾ ആൻസർ കറക്റ്റാണ്, സങ്കീർത്തനം. ഓക്കെ, ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാടാണ്ട്. ഓക്കെ, പാടിക്കോളൂ. ഹലോ, ഓക്കെ ആൻറ്റി. ഹലോ ആൻറ്റി. ഹലോ. നന്നായിരുന്നു കേട്ടോ, നല്ല പാട്ടായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ. മൂന്നാമത്തെ ചോദ്യം, ആരുടെ ഹൃദയമാണ് സന്തോഷിക്കുന്നത്? ആരുടെ ഹൃദയമാണ് സന്തോഷിക്കുന്നത്? യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം. അതേ, ആൻസർ കറക്റ്റാണ്, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം. ഓക്കെ, ഇനി ഇന്നൊരു വചനം കൂടി പറയാമോ? വചനം. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരാളില്ല. നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാം നിരന്തരം അന്വേഷിക്കേണ്ടത് ആരുടെ മുഖമാണ്? യഹോവയുടെ മുഖം. യഹോവയുടെ മുഖം, കറക്റ്റാണ് ആൻസർ. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും ആൻറ്റി വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഇപ്പോൾ സാറാമ്മ ജോസഫ് ആൻറ്റിയാണ് വിളിച്ചത് കോട്ടയത്ത് നിന്നും. നല്ലൊരു കോളായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു, ഒരു പാട്ടുപാടി, ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ല കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ വൃദ്ധനായ പിതാവിനെയും മകനെയും കുറിച്ചാണ്. അപ്പോൾ ഈ രാജാവിൻ്റെ ഉത്തരവനുസരിച്ച് ആ ഗ്രാമത്തിലുള്ള ബാക്കിയുള്ള എല്ലാ വൃദ്ധരായ മാതാപിതാക്കളെയും അവരുടെ മക്കൾ ഈ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ ഈ മകന് മാത്രം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാജാവിൻ്റെ അടുക്കൽ പോയിട്ട് എന്തിനാണ് ഈ വൃദ്ധരായ മാതാപിതാക്കളെ ഈ രാജ്യത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്, അതിനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കണമെന്ന് ഈ മകന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം വെച്ച് രാജാവിൻ്റെ മുൻപിൽ പോകുവാനോ രാജസന്നിധിയിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുവാനോ ഈ മകൻ്റെ മനസ്സ് അനുവദിച്ചെന്നില്ല. പക്ഷേ എങ്ങനെയും തൻ്റെ അപ്പനെ സംരക്ഷിക്കണം. കാരണം കുഞ്ഞുനാളിൽ തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അവസരങ്ങളിലൊക്കെയും അപ്പൻ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് തൻ്റെ കടമയാണെന്നൊരു ചിന്ത ഈ മകനുണ്ടായിരുന്നു. അങ്ങനെ ഈ മകൻ തൻ്റെ വീടിൻ്റെ അരികിൽ തന്നെ വലിയൊരു തുരങ്കം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ആരും അറിയാതെ തൻ്റെ പിതാവിനെ പാർപ്പിച്ചു. പിതാവിന് വേണ്ട ആഹാരം നൽകി, എന്തൊക്കെ തന്നെ കൊണ്ട് നൽകുവാൻ കഴിയുമോ അതൊക്കെയും ഓരോ ദിവസം ആരും അറിയാതെ ഈ മകൻ നൽകി. അപ്പോൾ തൻ്റെ പിതാവിനെ എത്രത്തോളം സംരക്ഷിക്കുന്നതിനുള്ള ഒരു സന്തോഷം മകൻ്റെ ഉള്ളിലുള്ളപ്പോൾ തന്നെ പിതാവുമായിട്ട് ഒരു സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ലല്ലോ, ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, പിതാവ് ഒറ്റയ്ക്കാണല്ലോ അവിടെ എന്നൊക്കെയുള്ള ചിന്തകളും ഈ മകൻ്റെ മനസ്സിലുണ്ട്. ഇനി പിതാവിന് ഇത് സന്തോഷം നൽകുന്നില്ലെങ്കിൽ
മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമോ എന്ന് പിതാവിൻ്റെ അടുക്കൽ പോയി ചോദിക്കാം എന്നൊക്കെ ഈ മകൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഗ്രാമത്തിൽ വളരെ വലിയൊരു കൊടിയ ക്ഷാമം ഉണ്ടാകുന്നു. ഈ ഗ്രാമത്തിലുള്ള എല്ലാ നെൽമണികളും തീരുകയാണ്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെയധികം കഷ്ടപ്പെടുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആ രാജാവാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി എവിടെയെങ്കിലും നെല്ലുകളോ വിത്തുകളോ എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒന്നുമില്ല. ഒടുവിൽ ഈ രാജാവ് വീണ്ടും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ രാജാവിൻ്റെ ഭൃത്യന്മാർ ഭടന്മാർ എല്ലാ വീടുകളിലും വന്ന് എവിടെയെങ്കിലും ആരെങ്കിലും വിത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് തിരക്കണമെന്ന്. അങ്ങനെ എല്ലാ ഭടന്മാരും ഓരോ വീടുകളിലും വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഈ മകൻ്റെ വീട്ടിലെത്തിയപ്പോഴും ഈ മകൻ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. കാരണം താൻ തൊട്ടരികിലാണ് തൻ്റെ പിതാവിനെ ആരും കാണാതെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇത് ആരെങ്കിലും അറിഞ്ഞാൽ തൻ്റെ പിതാവിൻ്റെയും ജീവിതം ഇവിടെ തീരും. പക്ഷെ അങ്ങനെയൊന്നും ഈ മകൻ ഭയപ്പെട്ടതുപോലൊന്നും സംഭവിച്ചില്ല. ആ ഭടന്മാർ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പോലും കുറച്ച് വിത്ത് പോലും അവർക്ക് ലഭിക്കുകയും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ മകൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ക്ഷാമം കൂടി വന്നപ്പോൾ പിതാവിനോട് പോയിട്ട് തങ്ങളുടെ ഗ്രാമത്തിൽ എന്താണ് നടക്കുന്നതെന്നും ഇവിടെ കൊടിയ ക്ഷാമമാണെന്നും കുറച്ച് പോലും വിത്തുകളിവിടെ ഇല്ലെന്നുമുള്ള അവസ്ഥ പറയുമ്പോൾ ഈ പിതാവ് പറയും, നീ ഭയപ്പെടേണ്ട, നീ ഒരു കാര്യം ചെയ്യൂ. നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ നമ്മുടെ അതിരിനോട് ചേർന്ന് ഗ്രാമത്തിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ വളരെ വലിയൊരു കുന്നുണ്ട്. അതിൻ്റെ താഴ്വരയിൽ പോയിട്ട് നീ നല്ലതുപോലെ ഒരുപാട് അവിടെ കിളയ്ക്കണം. അവിടെ നല്ലതുപോലെ കിളച്ച് മണ്ണക്കി ഒരുപാട് ഇളക്കിയതിന് ശേഷം നല്ല വെള്ളവും കൊടുക്കണം. അപ്പോൾ ഈ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അപ്പൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൻ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ഈ മകൻ അവിടെ പോയി കുറച്ച് ദിവസങ്ങൾ നല്ലതുപോലെ ഉഴുതുമറിച്ചു. മണ്ണൊക്കെ നല്ലതുപോലെ ഉഴുതുമറിച്ചതിന് ശേഷം ഈ മകൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ആശ്ചര്യപ്പെട്ടു. കാരണം വിത്തില്ല, വെറുതെ വന്ന് ആ സ്ഥലം ഉഴുതുമറിക്കുകയാണെന്ന്. പക്ഷെ അപ്പൻ പറയുന്നത് എന്താണോ അത് ഈ മകൻ അനുസരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ഈ മകനെ കളിയാക്കിയെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ചെറിയൊരു ചെടി, ആ ഒരു ഉഴുതുമറിച്ച സ്ഥലത്ത് ഒരു ചെറിയൊരു നെൽമണി ഉയർന്നു വരുന്നതാണ് എല്ലാവരും കണ്ടത്. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയമായി. കാരണം അയാളുടെ കയ്യിൽ വിത്തില്ലായിരുന്നു, വെറുതെ വന്ന് അവിടെ ഉഴുതുമറിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു വാർത്ത രാജസന്നിധിയിൽ എത്തുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ മകനും ആശ്ചര്യമായി. മകൻ അപ്പനോട് പോയിട്ട് കാര്യം തിരക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അപ്പൻ പറയുകയാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബിയൂല ചേച്ചി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെയ്യാറ്റിൻകര അല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും മക്കളും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഓക്കെ. മക്കളോ? പഠിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈന്യ ബലത്തോടു കൂടി പോയി യോവാബ് ആക്രമിച്ചു നശിപ്പിച്ച ദേശങ്ങൾ ഏതെല്ലാമാണ്? അമ്മോന്യരുടെ ദേശവും പിന്നെ ഏതാ? യോവാബ് ആക്രമിച്ചു നശിപ്പിച്ച ദേശങ്ങൾ ഏതെല്ലാമാണ്? അമ്മോന്യരുടെ ദേശവും പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ഒരെണ്ണം കൂടി. യോവാബ്. അതെ, ആൻസർ കറക്റ്റ് ആണ്. അമ്മോന്യരുടെ ദേശം രബ്ബ. കറക്റ്റ് ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, യോവാബ് സൈന്യബലത്തോടു കൂടി പുറപ്പെട്ടപ്പോൾ ദാവീദ് എവിടെയായിരുന്നു? യെരുശലേമിൽ തന്നെ താമസിച്ചു. അതെ, ആൻസർ കറക്റ്റ് ആണ്. യെരുശലേമിൽ തന്നെ താമസിച്ചു. ഓക്കെ. ഇനി ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഹന്നയാണ്. ഹന്ന. എന്തുകൊണ്ടാണ് ഹന്നയെ ഇഷ്ടം? ഹന്നയ്ക്ക് മക്കളില്ലാതിരുന്നു. ഭർത്താവോളെ സ്നേഹിച്ചെങ്കിലും ആ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യയുടെ
കുത്തുവാക്കുകൾ കൊണ്ട് ഉം. വളരെ വിഷമം തോന്നി. ഉം. പക്ഷെ ആരുടെയും മുഖം നോക്കിയില്ല. ഭർത്താവ് ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും ഉം. ദൈവസന്നിധിയിൽ പോയി തന്റെ ആവശ്യം ദൈവത്തോട് അറിയിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം അതിന് മറുപടിയായിട്ട് ശമൂവേൽ എന്ന നല്ലൊരു ബാലന് ദൈവം കൊടുത്തു. നൽകി. ഓക്കെ. ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അത് നിവർത്തിക്കുകയും ചെയ്തു ഓക്കെ. ഹന്ന. ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹന്ന. അതിനുള്ള പ്രധാന കാരണം ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് ആ പ്രാർത്ഥന, വിശ്വാസം, പിന്നെ ദൈവത്തോട് നൽകിയ ഒരു ഉടമ്പടി നിവർത്തിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഹന്നയെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം. എന്തായാലും ചേച്ചി ദീർഘമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ദാവീദിന് പുതിയ ഒരു കിരീടം എവിടെ നിന്നാണ് ലഭിച്ചത്? രബ്ബയിലെ രാജാവിന്റെ തലയിൽ നിന്ന്. അതെ അതെ, ആൻസർ കറക്റ്റാണ്. രബ്ബയിലെ രാജാവിൻ്റെ തലയിൽ നിന്ന്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ? പറയാം. പറഞ്ഞോളൂ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായ വെടിമുഖം ലഭിച്ചു പോയതുമില്ല. ഓക്കെ. ദൈവത്തിലേക്ക് നോക്കി ആരുടെയും മുഖം ലജിച്ചു പോകില്ല എന്നാണല്ലേ? അതെ അതെ. ഓക്കെ. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം, രബ്ബയിലെ രാജാവിൻ്റെ തലയിൽ നിന്നെടുത്ത കിരീടത്തിന്റെ തൂക്കം എത്ര ആയിരുന്നു? 1 താലന്ത് പൊന്ന്. അതെ, ആൻസർ കറക്റ്റാണ്. 1 താലന്ത് പൊന്ന്. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും ബ്യൂല ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ ആ പിതാവിനെയും മകനെയും കുറിച്ചാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ആ മകൻ അവിടെ ഉഴുതുമറിച്ചപ്പോൾ നെൽച്ചെടികൾ അവിടെ ഉയർന്നു വന്നു. ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അതുപോലെ തന്നെയാണ് ഭയവുമുണ്ട്. കാരണം ഈ കാര്യമൊക്കെ രാജസന്നിധിയിൽ അറിഞ്ഞാൽ, രാജാവ് അറിഞ്ഞാൽ എന്തു വേണമെങ്കിലും സംഭവിക്കും. അങ്ങനെ ഈ മകൻ അപ്പൻ്റെ അടുക്കൽ പോയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അപ്പനും വളരെയധികം സന്തോഷമാകും. എന്നിട്ട് ഈ മകൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇവിടെ ഒരു വിത്തും ഈ രാജ്യത്തില്ലായിരുന്നു, പക്ഷേ അവിടെ ഉഴുതുമറിച്ചപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഈ മകൻ ചോദിക്കുമ്പോൾ അപ്പൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല, കുറച്ച് നാളുകൾക്ക് മുൻപേ ഇവിടെ ഈ രാജാവ് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് വരെ ഞാനും എൻ്റെ കൂടെയുള്ള മറ്റു ചിലരും ഇവിടെ കൃഷി ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഈ നെല്ലുകൾ അടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഈ അവസരങ്ങളിൽ കഴുതപ്പുറത്തായിരിക്കും ചിലപ്പോൾ പോകുന്നത്, ചിലപ്പോൾ കാളവണ്ടിയിലായിരിക്കും. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ സ്ഥലം ഒട്ടും നിരപ്പല്ലാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന പല നെല്ലുകളും ആ ഭാഗത്തേക്ക്, ആ കുന്നിൻ്റെ താഴ്വരയിലേക്ക് ഒത്തിരി തവണ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെയും ആ സമയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒരുപാട് നാളായിട്ട് അവിടെ കിടക്കുകയാണ്. ആ സ്ഥലത്ത് വേറെ ആരും കൃഷി ചെയ്യുന്നില്ല. അതുപോലെ അതിവിടെ കിടക്കുന്നത് കൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടി ഉഴുതുമറിച്ചപ്പോൾ അവിടെ നെൽച്ചെടികൾ വന്നതാണെന്ന് ഈ പിതാവ് പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യം ഇതേ സമയത്ത് തന്നെ രാജസന്നിധിയിലും അറിയുന്നുണ്ട്. ഈ മകൻ ഉഴുതുമറിച്ചു, അവിടെ നെൽച്ചെടികൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഭടന്മാർ നേരെ ഈ ഭവനത്തിലേക്ക് എത്തി ഈ മകനെ പിടിച്ചുകൊണ്ട് നേരെ രാജാവിൻ്റെ മുന്നിലെത്തിക്കുകയാണ്. രാജാവിൻ്റെ മുന്നിലെത്തിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വിത്തുകൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജാവും രാജസന്നിധിയിലുള്ള ഓരോരുത്തരും ഈ മകനെ കുറ്റം പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തനിക്ക് സംഭവിക്കും എന്നാകുമ്പോൾ ഈ മകൻ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ രാജാവിനോട് ഈ മകൻ പറയും, അങ്ങ് ഒന്നും കരുതരുത്, ഞാൻ സത്യം എന്താണെന്ന് പറയാം എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം ഈ മകൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും വൃദ്ധരായ മാതാപിതാക്കളെ അങ്ങ് മറ്റൊരു സ്ഥലത്തേക്ക് നാട് കടത്തിയത്? അതിനുള്ള റീസൺ എന്താണെന്ന്, കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളൊരു സംഭവം പെട്ടെന്ന് ആ ഒരു സ്ഥലം ഉഴുതുമറിക്കുവാനും അവിടെ നെൽച്ചെടികൾ വരുവാനുള്ള കാരണം ഞാനല്ല, എൻ്റെ പിതാവാണ്. അങ്ങനൊരു ഉത്തരവിട്ടിട്ട് പോലും എൻ്റെ പിതാവ് വളരെയധികം വൃദ്ധനായ ഒരു പിതാവാണ്. ഞാൻ എൻ്റെ പിതാവിനെ എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പിതാവ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അവിടെ പോയി ഉഴുതുമറിച്ചത്. അപ്പോൾ പിതാവ് എന്താണോ തന്നോട് പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവിടെ നെൽമണികൾ വളർന്നു വരാനുള്ള കാരണം എന്താണെന്ന് പിതാവ് പറഞ്ഞ അതേ കാര്യം
ആ രാജാവിനോടും രാജസന്നിധിയിലുള്ള ഒരുപാട് പേരോടും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞതെല്ലാം കറക്റ്റാണോ എന്ന് അറിയുവാൻ വേണ്ടി വീണ്ടും രാജാവ് തൻ്റെ ഭടന്മാരെ ഈ മകൻ്റെ വീട്ടിലേക്ക് പറഞ്ഞ് അയച്ചതിന് ശേഷം അവിടെ തുരങ്കം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അവിടെ നിന്നും ആ പിതാവിനെയും കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പിതാവിനെ കൂടെ ഈ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ രാജാവിനോട് വീണ്ടും ഈ മകൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ വൃദ്ധനായ മാതാപിതാക്കളെ നിങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് നാട് കടത്തിയത്? അതുകൊണ്ടാണ് അവർക്ക് വളരെയധികം ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവരാണ്. അവർക്ക് നമ്മളെക്കാളും ഒരുപാട് പ്രായമുള്ളവരാണ്. അവർക്ക് ചിന്തിക്കാൻ അറിയാം എങ്ങനെ ഈ നാടിനെ പോറ്റണമെന്നും ഗ്രാമത്തിലുള്ള ഓരോ സംരക്ഷിക്കണമെന്നുള്ള ചിന്ത അവർക്കുണ്ട്. അപ്പോൾ അങ്ങ് ചെയ്തത് തെറ്റാണെന്ന് കൂടി ഈ മകൻ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് രാജാവിന് തൻ്റെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കുന്നത്. അങ്ങനെ രാജാവ് പറയും, അത് ഈ വൃദ്ധരായ പിതാക്കൾ ഇവിടെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്ന് ചിലർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ഒരു ന്യായവുമില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ മകൻ വീണ്ടും രാജാവിന് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ താൻ ചെയ്തത് തെറ്റാണ്, ഈ വൃദ്ധരായ മാതാപിതാക്കൾ നമ്മുടെ ഗ്രാമത്തിന് അത്യാവശ്യമാണ്, അവർക്ക് ഒരുപാട് ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്, അവർക്ക് എങ്ങനെ ഒരു ഗ്രാമത്തെ പോറ്റണമെന്നറിയാം എന്നൊക്കെ ഈ രാജാവിന് വീണ്ടും മനസ്സിലാകുന്നത്. അങ്ങനെ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഈ രാജാവ് ഗ്രാമത്തിൽ നിന്നും നാട് കടത്തിയ എല്ലാ മാതാപിതാക്കളെയും ഈ മകൻ കാരണം തിരിച്ചു വിളിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ പിതാവിന് തൻ്റെ മകനെ ഓർത്ത് ഒരുപാട് അഭിമാനവും അതുപോലെ തന്നെയാണ് തൻ്റെ ചിന്താഗതിയും തൻ്റെ പ്രവൃത്തിയും കൊണ്ട് ഒരുപാട് സന്തോഷവും ഈ പിതാവിനുണ്ടാകുന്നു. നമുക്കെന്തായാലും അവസാനമായിട്ടൊരു കോളും കൂടെ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മണി ജോസഫ്. ഓക്കെ, ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കോന്നിയിൽ നിന്നാണല്ലേ? ഓക്കെ, അതെ. ആ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ട്, മകന്റെ ഭാര്യയുണ്ട്, മോളുണ്ട്, മോനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അരാമ്യരിൽ ദാവീദ് നിഗ്രഹിച്ചത് ആരെയൊക്കെയാണ്? പറയുമോ? അരാമ്യരിൽ ദാവീദ് നിഗ്രഹിച്ചത് ആരെയൊക്കെയാണ്? 7000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചു. സേനാപതിയായ ശോഫക്കിനെയും കൊന്നു കളഞ്ഞു. അതെ, ആൻസർ കറക്റ്റ് ആണ്. 7000 തേരാളികളെയും 40,000 കാലാളുകളെയും സൈന്യാധിപനായ ശോഫക്കിനെയും. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, തങ്ങൾ ഇസ്രായേലിനോട് പരാജയപ്പെട്ടുവെന്ന് കണ്ട ഹദദരേസിന്റെ ഭൃത്യന്മാർ എന്താണ് ചെയ്തത്? ദാവീദിനോട് സന്ധി ചെയ്തു. സന്ധി ചെയ്തതിന് കീഴടങ്ങി. അതെ, ആൻസർ കറക്റ്റ് ആണ്. അവർ ദാവീദിനോട് സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. കറക്റ്റാണ് കേട്ടോ. ഇനി ബൈബിളിൽ ഒരു വചനം പറയാമോ? പറയാമല്ലോ. പറഞ്ഞോളൂ. എന്റെ മുഖത്തേക്ക് നോക്കിയാൽ പ്രകാശമായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഓക്കെ, നല്ല വചനമായിരുന്നു. ഒത്തിരി പേര് പറയുന്നൊരു വചനമാണ്. പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ വരുന്നൊരു വചനം കൂടിയാണ്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, അമ്മോന്യരെ സഹായിക്കുവാൻ അവർ പിന്നീട് തുനിഞ്ഞതുമില്ല. ആര്? അമ്മോന്യരെ സഹായിക്കാൻ അരാമ്യർ പിന്നെ തുനിഞ്ഞതുമില്ല. ആരാണ്? അരാമ്യർ. ആൻസർ കറക്റ്റ് ആണ്, അരാമ്യർ. ഇനി നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം, യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദാവീദിന്റെ സൈന്യത്തെ നയിച്ചിരുന്നത് ആരായിരുന്നു? യോവാബ്. ആൻസർ കറക്റ്റ് ആണ്, യോവാബ്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ മണി ജോസഫ് ആൻറ്റിയാണ് വിളിച്ചത്, കോന്നിയിൽ നിന്നും. നല്ലൊരു കോളായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് എന്നെ ആൻസർ ചെയ്തു. ബൈബിളിൽ ഒരു വചനം പറഞ്ഞു. നല്ല കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വൃദ്ധനായ പിതാവിനെയും അതുപോലെ തന്നെയാണ് ആ മകനെയും കുറിച്ചാണ്. അവിടെ
ആ മകൻ വളരെയധികം ശാന്ത സ്വഭാവത്തോടെ പെരുമാറി. അതുപോലെ തന്നെയാണ് ആ പിതാവ് വളരെയധികം ബുദ്ധിപരമായിട്ട് പെരുമാറി. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആ ഗ്രാമത്തിൽ നിന്നും ആ രാജാവ് ഓരോ വൃദ്ധരായ മാതാപിതാക്കളെയും നാട് കടത്തിയെങ്കിലും അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയായത്. അപ്പോൾ നമ്മളും ഇതുപോലെ എപ്പോഴും സമാധാനത്തോടും ബുദ്ധിപരമായിട്ടും പെരുമാറിയാൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നമുക്ക് വളരെയധികം നിസ്സാരമായിട്ട് മറികടക്കുവാൻ സാധിക്കും. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.